ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വൈൽഡ് പ്ലാനറ്റ് റിസോർട്ടിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. നമ്മളെ മോൻ്റെ ഫസ്റ്റ് ട്രിപ്പാട്ടോ, രണ്ടാമത്തെ മോൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ്. അവന് 1.5 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ആ റിസോർട്ടിലെ കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാം ഒരു ഗ്യാങ് ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. 24 പേരുണ്ടായിരുന്നു. ലേഡീസ് ഓൺലി ട്രിപ്പാട്ടോ, ലേഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ ഫുഡ്, മീൻകായി, ഉണ്ണിയപ്പം, അങ്ങനെ ഒത്തിരി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ വെള്ളം കൊണ്ടുവന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ അവരുടെ റിസോർട്ടിൻ്റെ വണ്ടി വന്നു കേട്ടോ. അവിടെ നിന്ന് 4.5 കിലോമീറ്റർ ഓഫ് റോഡാണ്. അപ്പോൾ ഓഫ് റോഡ് ആയതുകൊണ്ട് നമ്മൾ ബസ് കയറത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊരു ചെറിയൊരു മിനി ബസ്സും 2 ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തിയിട്ട് ഇതാട്ടോ റിസോർട്ടിൻ്റെ ഒരു ചെറിയൊരു വ്യൂ. നമ്മൾ റിസോർട്ടിലെത്തി ലഗേജൊക്കെ വെച്ച് നമ്മൾ ആ ഒരു റിസപ്ഷൻ ഏരിയയിലെത്തിയപ്പോൾ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ജ്യൂസ്, മാംഗോ ജ്യൂസ് ആവുന്നു. അപ്പോൾ അതൊക്കെ തന്നു. നമ്മളതൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മളെല്ലാവരും കൂടെ കളിക്കട്ടോ. മോനെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ, കളിക്കാനും കൊഞ്ചിക്കാനൊക്കെ ആയിട്ട്. അവൻ ഏറ്റവും ചെറിയ ആളാണല്ലോ ഇതിൽ. അപ്പോൾ പിന്നെ നമ്മളവിടെ സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ, എല്ലാവരും കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഗൈഡ് വന്നിട്ട് നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. പിന്നെ അതേപോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. റൂമിലേക്ക് പോകുന്നതിന് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നമുക്ക് വാവക്ക് ക്രാഡിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ ക്രാഡിലിരുത്തി നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. മെയിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വെജിലാണെങ്കിലും നോൺ വെജിലാണെങ്കിലും പിന്നെ ഡെസേർട്ടിലാണെങ്കിലും ഒക്കെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെജാണെങ്കിൽ ദാല്, പനീർ, പിന്നെ പൊട്ടറ്റോ ഫ്രൈ, ചോറ്, ഗീ റൈസ്, പിന്നെ അങ്ങനെ ചിക്കനും, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പായിട്ട് എടുക്കാൻ വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. നോണിലുള്ള ഐറ്റംസൊക്കെ എടുത്തു. അപ്പോൾ അതിൽ ഡ്രാഗൺ ചിക്കനാണ് തോന്നുന്നു. അതെനിക്ക് ഇത്തിരി കൂടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ അത് ഒരു ട്രിപ്പ് കൂടെ എടുത്തു കേട്ടോ. പിന്നെ ഇത് കേക്കിൻ്റെ സെക്ഷനാണ്. കേക്ക്, പുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പുഡിങ്, പിന്നെ സൂപ്പിൽ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ സൂപ്പ് പിടിച്ചു. ചിക്കൻ സൂപ്പും വെജ് ക്യാരറ്റ് സൂപ്പും ഉണ്ടായിരുന്നു. നമ്മൾ സൂപ്പ് പിടിച്ചു. പിന്നെ 2 ഇട്ടു. പിന്നെ നമ്മൾ സാധാ ചോറൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, ഫുഡൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പായസം ഉണ്ടായിരുന്നു, ഐസ്ക്രീം, ഫ്രൂട്ട്, കേക്ക് എല്ലാം കൂടെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മളൊരു ഐസ്ക്രീം പായസം കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് അവസാനത്തെ കഴിപ്പ് കേട്ടോ. വയറൊക്കെ ഫുള്ളായിട്ട് ലാസ്റ്റ് എന്തേ സൈഡായിട്ടോ നമ്മൾ എല്ലാ ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് മധുരമൊക്കെ കഴിച്ച് മത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ അച്ചാർ എടുത്തു കേട്ടോ. നാരങ്ങ അച്ചാർ എടുത്ത് പിന്നെ നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വാവനൊക്കെ എടുത്ത് എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വാവക്ക് നല്ല സുഖമായിട്ട് തൊട്ടിലുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മളെ റൂം. നമ്മളെ കോട്ടേജ് ഈ ഒരു നിരക്കിന് നമുക്ക് 3-4 കോട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഒരു വലിയ മിറർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മിററും ടോയ്ലറ്റൊക്കെ നല്ല നീറ്റ്, റൂമൊക്കെ നല്ല നീറ്റായിരുന്നു കേട്ടോ. നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റൂമാട്ടോ കാണിച്ചിരുന്നത്. അങ്ങനെ റൂമിൽ നമ്മൾ 4 പേർക്കാട്ടോ ഒരു റൂമിൽ ഉണ്ടായിരുന്നു. അവർ ഈവനിങ് വന്നിട്ട് എക്സ്ട്രാ ബെഡ് തരിക ചെയ്ത് നമ്മളെ വാവകൾ നല്ല നന്നായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ ഇതാട്ടോ. നമ്മൾ ബാൽക്കണി നല്ല വ്യൂ ആട്ടോ. ഇതിൽ ഞാൻ ബാൽക്കണീൻ്റെ വ്യൂ കൂടെ കാണിച്ചു തരാം. നല്ല ബാൽക്കണി, അടിപൊളി വ്യൂ ആണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ട്രെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. 3-3:30 ആയപ്പോൾ ഇവർക്ക് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയില്ല, ഞാനും എൻ്റെ വാവയും പോയില്ല, ബാക്കി എല്ലാവരും പോയിട്ടോ. ഇതവിടെയുള്ള വേറൊരു റിസോർട്ടാട്ടോ. അതിൻ്റെ നടുവിൽ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു. ചായ കുടിച്ചിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകാം എന്നുള്ളൊരു പ്ലാനിൽ അവനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഇതായിട്ട് ഇങ്ങനെ നല്ല പൂക്കളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആണ് നമ്മുടെ സ്റ്റേ ചെയ്ത അവിടെ. പിന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു കേട്ടോ. അവിടെ നല്ല ഭംഗിയുടെ പക്ഷേ മഴയായിരുന്നു. ഇങ്ങനെ ആകാശം തൊട്ട് കിടക്കുന്ന മാതിരി തോന്നുന്നൊരു വ്യൂ കേട്ടോ. അങ്ങനെ അവിടെ അവർ ചായക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്ത്, പക്ഷെ മഴയായതുകൊണ്ട് അവരതൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് ഇത് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷേ അടിപൊളി വ്യൂ ആട്ടോ. പിന്നെ അവിടെ നമുക്ക് മഴവില്ല് കാണാനുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മനസ്സിലാകുന്നുണ്ടോ അറിയില്ല കേട്ടോ. എൻ്റെ തലേൻ്റെ മുകളിൽ കൂടെ മഴവില്ല് പോകുന്നുണ്ട്. അപ്പോൾ അവർ ക്രാഡിൽ നമുക്ക് മുകളിലെത്തിച്ചു തന്നിട്ടോ. അപ്പോൾ അവനൊക്കെ എടുത്താൻ വേണ്ടിയിട്ട് അവർ ക്രാഡിൽ നമുക്ക് മേലെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു, പഴംപൊരി, ഉള്ളിവട, സാൻഡ്വിച്ച്, പിന്നെ അതിന് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച്, പിന്നെ കുറച്ച് കുക്കീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിച്ചിട്ടോ. ഞാനിതൊക്കെ എടുത്തിട്ട് പോയി അവിടെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തണുത്ത് പോയിട്ട് അപ്പോൾ പിന്നെയും രണ്ടാമത് വീണ്ടും ചായയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിതാ
മഴ പോയപ്പോൾ നമുക്ക് അവിടെ അവർ ഒന്നുകൂടെ സെറ്റ് ചെയ്ത് തന്നു. പിന്നെ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ചായ കുടിച്ചതിൻ്റെ ഗെയിംസൊക്കെ കളിച്ച് പിന്നെ ഇവിടെ പൂള് രാവിലെ തൊട്ട് വൈകുന്നേരം 7:30 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പൂളിൽ പോയി. ഞാനും മോനും പിന്നെ മെല്ലെ ചായ ഒക്കെ കുടിച്ച് നമ്മളിതാട്ടോ പൂളിൻ്റെ വ്യൂ. അവിടുന്ന് വലിയ ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. രാത്രിയായപ്പോൾ DJയും ഗെയിംസും പാട്ടും ഒപ്പനൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാ ഫാമിലീസിനും കണക്ട് ചെയ്തിട്ട് അവർ ഗെയിമൊക്കെ കളിച്ച് കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടീസ് ഇവർ അവിടുന്ന് കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പുറത്തുനിന്നൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നൈറ്റ് റിസപ്ഷൻ്റെ വ്യൂ ആണ്. നമ്മൾ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ എടുത്ത വീഡിയോസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ വെച്ച് തിരിച്ച് റൂമിൽ വന്നു കേട്ടോ.